കുംഭമേളയുടെ ചരിത്രം. ദേവരാജാവായ ഇന്ദ്രന്റെ മകൻ അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ പാലാഴി മഥനസമയത്ത് ലഭിച്ച അമൃതുമായി ഓടിയൊളിച്ചു വസിച്ചത് 4 സ്ഥലങ്ങളിലാണ്. ഹരിദ്വാർ, നാസിക്, പ്രയാഗ് രാജ്, ഉജ്വൈൻ എന്നിവയാണ് ആ 4 പുണ്യദേശങ്ങൾ. ഓരോ സ്ഥലത്തും ജയന്തൻ വിശ്രമിച്ചപ്പോഴും കുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത് ഭൂമിയിലേക്ക് പതിക്കുകയുണ്ടായി. 12 ദേവദിവസങ്ങൾ, അതായത് 12 മനുഷ്യവർഷങ്ങളാണ് ജയന്തൻ അമൃതുമായി ഓടിയത്. പാലാഴി കടഞ്ഞെടുത്ത അമൃത് വീണ ഈ 4 പുണ്യസ്ഥലങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ കുംഭമേള നടക്കുന്നത്. അമൃത് വീണ നദികളിൽ സ്നാനം ചെയ്യുക എന്നതാണ് കുംഭമേളയുടെ ചരിത്രം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. കാൽക്കുലേറ്ററും കലണ്ടറും ഇല്ലാത്ത നൂറ്റാണ്ടിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിച്ചു തുടങ്ങിയ മേള ഇന്നും 10 മടങ്ങ് ഊർജ്ജത്തോടെ പ്രയാഗ് രാജിലേക്ക് ഒഴുകുന്നു. മണ്ണും വിണ്ണും, നദിയും മനുഷ്യനും പ്രകൃതിയും ആത്മീയതയും ലയിച്ച് ഒഴുകി പരക്കുന്ന സ്നാനഘട്ടുകൾ. ജടകളിലും മുഖത്തും ചുടലഭസ്മം പൂശിയ അഘോരികൾ ഉണ്ടാകും. തനുവും മനവും മഹാദേവനിൽ അർപ്പിച്ച് നഗ്നരായി വരുന്ന നാഗസന്യാസിമാർ ഉണ്ടാകും. വിവിധ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി സന്യാസ സമൂഹങ്ങൾ ഒഴുകിയെത്തും. ഭാരതത്തിന്റെ ആത്മാവ് ആത്മീയതാണെന്ന് വിളിച്ചോതുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂടിച്ചേരൽ. വഴികളിൽ, ഗലികളിൽ, ഘട്ടുകളിൽ ഒക്കെ ഹർ ഹർ മഹാദേവ മന്ത്രം മാത്രം. ചുണ്ടുകളിൽ മന്ത്രങ്ങൾ. പ്രകൃതിയിൽ ധൂപങ്ങൾ പടർന്ന് ഒഴുകുന്നുണ്ട്. ഭാരതം സ്പിരിച്വൽ ഹബ് എന്നാണ് ആഗോള വിലയിരുത്തൽ. വിവേകാനന്ദനും ശങ്കരനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ ഉയർത്തിവിട്ട നവോത്ഥാനങ്ങൾ. എണ്ണമറ്റ ആത്മീയ മഠങ്ങൾ, ഗുരുക്കന്മാർ ഒക്കെ ലോകത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഭാരതം അതിന്റെ സർവ്വ തെളിമയോടും ജ്വലിക്കുന്ന കാഴ്ചകളാണ് ചുറ്റും. വൈദേശികർ അതിന്റെ ചൂര് അറിയാൻ ഒഴുകിയെത്തുന്നുണ്ട്. 4000 ഹെക്ടറിൽ 25 സെക്ടറായി നിർമ്മിച്ചിരിക്കുന്ന ടെന്റ് സിറ്റി 2019 സംവിധാനത്തെ അപേക്ഷിച്ച് 20% വർധനയാണ്. 1.6 ലക്ഷം ടെന്റുകളാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ തന്നെ എത്രമാത്രം വലിയൊരു സംവിധാനമാണ് കുംഭമേള എന്നതും മേള രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് എത്രമാത്രം വലിയ സംഭാവന നൽകുന്നു എന്നതും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഹൈന്ദവ ഉത്സവങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രവികസനത്തിന് സഹായകരം ആകുന്നത് എന്നും നോക്കാം. 400 കിലോമീറ്ററോളം റോഡ് വികസനം മേളയ്ക്ക് അനുബന്ധമായി നടന്നു കഴിഞ്ഞു. 2019 മേളയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 35% വർധന. 40,000 വഴിയോര വിളക്കുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ 60,000 പരം വിളക്കുകൾ സ്ഥാപിച്ചു. തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കാൻ 2 പവർ സബ്സ്റ്റേഷനും 66 ട്രാൻസ്ഫോർമേഴ്സുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ജലദൗർലഭ്യത പരിഹരിക്കാൻ ഉത്തർപ്രദേശ് ജൽ നിഗം 1249 കിലോമീറ്റർ വരുന്ന പൈപ്പ് ലൈനുകളും നിർമ്മിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം താത്കാലിക ശൗചാലയങ്ങൾ, എപ്പോഴും മേള നടക്കുന്ന പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ 10,000 ജോലിക്കാർ എന്നിവർ 15-ന് ആരംഭിക്കുന്ന മേളയ്ക്ക് സജ്ജരായി കഴിഞ്ഞു. 550 ഷട്ടിൽ സർവീസ്, 7000 ബസുകൾ എന്നിവയാണ് തീർത്ഥാടകരെ എത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. 13,000 ട്രെയിൻ സർവീസും അതിൽ 3,000 സ്പെഷ്യൽ സർവീസുമാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. എല്ലാത്തിനുമുപരി 45 ദിവസത്തെ മേളയ്ക്ക് ഏതാണ്ട് 6 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ഒറ്റയടിക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ കുംഭമേള ഒരൊറ്റ സംസ്ഥാനത്തെ സർക്കാരിന് ഉണ്ടാക്കിക്കൊടുക്കുന്ന വരുമാനം എന്നത് ലക്ഷം കോടികളാണ്. അത് വഴി രാഷ്ട്രത്തിനും. 2019 അത് 1.2 ലക്ഷം കോടിയായിരുന്നു എങ്കിൽ 2025 അത് 2 ലക്ഷം കോടി വരുമാനം സർക്കാരിന് ഖജനാവിൽ എത്തിക്കാൻ കഴിയും എന്നാണ് നിരീക്ഷണം. ഏറ്റവും വലിയ പ്രകൃതിയാരാധന ഹിന്ദു ആഘോഷിക്കുന്നത് രാഷ്ട്രവികസനത്തോടു കൂടിയാണ് എന്ന് പറയുന്നതിൽ പരം അഭിമാനം മറ്റെന്തുണ്ട്? ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നാനം. പതിനായിരങ്ങളും ലക്ഷങ്ങളുമല്ല, ഏകദേശം 45 കോടി ജനങ്ങളാണ് 1.5 മാസം നീണ്ടുനിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അതാണ് ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ, അതായത് മകരം സംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാകുംഭമേള. ഗംഗാ നദിയിലെ വെറുമൊരു പുണ്യക്കുളിയല്ല കുംഭമേള. ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സംഗമമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി വിലയിരുത്തപ്പെടുന്നതും ഈ മഹാമനുഷ്യ സംഗമം തന്നെ. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കാർണിവൽ.
തമിഴനും തെലുങ്കനും ഒറിയയും അസ്സാമിയും ബംഗാളിയും ഒക്കെ ഒരേ മനസ്സോടെ സ്നാനഘാട്ടുകളിൽ മുങ്ങി താഴുന്നു. ഭാരതം അതിന്റെ സർവ്വതെളിമയോടും ജ്വലിക്കുന്ന കാഴ്ചകളാണ് ചുറ്റും. വൈദേശികർ അതിന്റെ ചൂര് അറിയാൻ ഒഴുകിയെത്തുന്നുണ്ട്. 40 കോടി വിവിധ മനുഷ്യർ ഒഴുകിയിറങ്ങുന്നത് കൃത്യമായി സംവിധാനം ചെയ്യുന്ന യോഗി സർക്കാർ. ഖജനാവിലേക്ക് ഒഴുകുന്ന ലക്ഷം കോടികൾ വേറെ. ഇനിയൊരു 12 വർഷം കാത്തിരിക്കണം ഇതുപോലെയൊന്നു കൂടാൻ. 12 കുംഭമേളകൾക്ക് ശേഷം വരുന്ന പൂർണ്ണ കുംഭമേള ഇനി വരുന്നത് 2169-ലാണത്രേ. അന്ന് നമ്മളൊക്കെ ഉണ്ടാകുമോ?